ഇടുക്കി ചിന്നക്കനാലിൽ ആദിവാസി കുടുംബങ്ങളുടെ വൈദ്യുതി മുടക്കി വനം വകുപ്പ് 301 കോളനിക്ക് സമീപം താമസിക്കുന്ന 3 കുടുംബങ്ങൾക്ക് വൈദ്യുതി എത്തിക്കാൻ സ്ഥാപിച്ച പോസ്റ്റുകൾ പിഴുതുമാറ്റി വൈദ്യുതി വിച്ഛേദിക്കാൻ വനം വകുപ്പ് കെഎസ്ഇബിക്ക് നിർദ്ദേശം നൽകി. പുതുതായി പ്രഖ്യാപിച്ച സൂര്യനെല്ലി റിസർവ് ഫോറസ്റ്റിലൂടെ വൈദ്യുതി ലൈൻ വലിച്ചു എന്നതാണ് വനംവകുപ്പ് ഉന്നയിക്കുന്ന ആക്ഷേപം. ദിവസങ്ങൾക്ക് മുമ്പാണ് വർഷങ്ങളായി ചിന്നക്കനാലിൽ താമസിക്കുന്ന 3 കുടുംബങ്ങൾക്ക് വൈദ്യുതി ലഭിച്ചത്. സമീപത്തെ 2 കുടുംബങ്ങൾക്ക് 8 വർഷം മുമ്പ് വൈദ്യുതി ലഭിച്ചിരുന്നു. പുതുതായി പോസ്റ്റുകൾ സ്ഥാപിച്ചതോടെയാണ് വനംവകുപ്പ് തടസ്സവാദം ഉന്നയിച്ചത്. മേഖല പുതിയ സൂര്യനെല്ലി റിസർവിന്റെ ഭാഗമാണെന്നും വൈദ്യുതി ലൈൻ വലിക്കാനാവില്ലെന്നും വനംവകുപ്പ് കെഎസ്ഇബി അറിയിച്ചു. ഇതോടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് കെഎസ്ഇബി ആദിവാസികൾക്ക് നോട്ടീസ് നൽകി. ഫോറസ്റ്റുകാർ നമുക്കൊരു റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 7 ദിവസത്തിനകം ഇവർക്ക് ഹാജരാക്കേണ്ട പേപ്പറുകൾ നമുക്ക് തരണം, അതായത് കെഎസ്ഇബിക്ക് തരണം. നിലവിൽ അതില്ലാത്തതുകൊണ്ടാണ് ഫോറസ്റ്റുകാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് നിലവിൽ കൊടുത്തിരിക്കുന്ന കണക്ഷൻ ഒഴിവാക്കണമെന്ന്. അപ്പോൾ അത് ഒഴിവാക്കാതിരിക്കാനായിട്ട് ഇവർക്ക് സമർപ്പിക്കേണ്ട രേഖകൾ നമുക്ക് എത്രയും പെട്ടെന്ന് തരണം. വനം വകുപ്പ് കാലങ്ങളായി തങ്ങളെ ഉപദ്രവിക്കുകയാണെന്നും പോകാൻ മറ്റിടമില്ലെന്നുമാണ് ആദിവാസികൾ പറയുന്നത്. അപ്പുറത്തെ 2 വീട്ടിലെ കറണ്ടുണ്ട്. ഞങ്ങൾക്ക് 3 വീട്ടുകാർക്ക് കഴിഞ്ഞ 9-ാം തീയതി കണക്ഷൻ തന്നു. ആ ബൾബ് തെളിഞ്ഞ് അതിനുശേഷമാണ് പ്രകാരമുള്ളതായ ബുദ്ധിമുട്ടുകളും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് അത് കട്ട് ചെയ്യണമെന്നുള്ളതായ ഓർഡറൊക്കെ കെഎസ്ഇബിക്കാർക്ക് കൊടുക്കുകയും ചെയ്തു. അതിന് പ്രകാരം അവർ വന്ന് ഞങ്ങൾക്ക് നോട്ടീസ് തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്നും വീട്ടു നമ്പർ നൽകിയിരുന്നു. വീടു കരമടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതോടെയാണ് കെഎസ്ഇബി വൈദ്യുതി എത്തിച്ചു നൽകിയത്. ന്യൂസ് 18